മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് തേങ്ങ ഗ്രൈൻഡറിൽ എങ്ങനെ അരച്ചെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കാണാറുണ്ട്. അതിലൊക്കെ അധികം ആൾക്കാരും മിക്സിയിൽ അപ്പം അരച്ച് ചേർക്കുന്നതാണ് കാണാറ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് അധികം ആൾക്കാർ ഈ ഒരു ഗ്രൈൻഡറിൽ കുറച്ച് തേങ്ങ അരച്ച് ഒരു 2-3 തേങ്ങ അല്ലെങ്കിൽ ഒരു 4 തേങ്ങ അരച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഒരാഴ്ചയല്ല 1.5 ചെറിയ കുടുംബങ്ങളിലാണെങ്കിൽ 1.5 എത്തും. അപ്പോൾ അത് നല്ല മഷി പോലെ അരച്ച് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം. നമ്മളിൽ പലർക്കും ചിലപ്പോൾ ഇത് അറിയാൻ പറ്റുമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത്. അപ്പോൾ എന്നെ ആരും തമാശയാക്കുകയും ചെയ്യാറ്, ഞാനത് നിങ്ങളിൽ എത്തിക്കണ്ടിട്ട് മാത്രമാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് 3 തേങ്ങയാണ് ഞാൻ ചെറുകി വെച്ചിട്ടുള്ളത്. ആ തേങ്ങ നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇത് ഓണാക്കി കൊടുക്കാം. ഇത് കുറച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു തിരിപ്പുണ്ട്, ഇതിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് നമുക്ക് വെച്ചിട്ട് കാണാം. ഈ തിരിപ്പ് ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ ചുറ്റിച്ച് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് തേങ്ങ ഇടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് തേങ്ങ അരയുന്നതനുസരിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ടൈറ്റാക്കി കൊടുക്കേണ്ടതുണ്ട്. അത് സമയമായിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ തേങ്ങ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ തേങ്ങ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ എടുക്കും ഇത് അരഞ്ഞ് കിട്ടാൻ. നല്ല മഷി പോലെ അരഞ്ഞ് കിട്ടും. അപ്പം നല്ലപോലെ അരഞ്ഞ് വന്നാൽ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നല്ലൊരു പാത്രത്തിൽ, ഉണങ്ങിയ പാത്രത്തിലേക്ക് അത് തേങ്ങ വാരി വെച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ടാണ് ഞങ്ങളൊക്കെ ഉപയോഗിക്കല്. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ഇത് കാണുന്നവർ എന്നെ അറിയുന്നവർക്കെല്ലാം ചിലപ്പോൾ തമാശ പോലെ തോന്നും. കാരണം ഇവരൊക്കെ എപ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടല്ല. ഇതിപ്പോൾ നമ്മൾ കുറേ വീഡിയോസ് കാണുന്നില്ല, അധികം ആൾക്കാരും ഇങ്ങനെ മിക്സിയിൽ നേരം അരച്ചിട്ട് ചേർക്കുന്നത്. അതേപോലെ നമ്മൾ എങ്ങനെയാണ് തേങ്ങ അരച്ച് ഉപയോഗിക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചിരുന്നത് മാത്രം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചാൽ നമ്മുടെ ചായ ഒന്ന് എല്ലാം ആക്കിയിട്ടാണ് കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ചൊരു 1/2 ഗ്ലാസ്, ഈ ഗ്ലാസ്സിന് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാലൊന്ന് നമുക്ക് സ്പീഡായിട്ട് അരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പം ഇത് 1-1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് അരിഞ്ഞിട്ട് ലാസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് നമുക്ക് ഇതുകൊണ്ട് ഇതിൻ്റെ അടപ്പാണ് ഇത്. ഇതുകൊണ്ട് ഇതൊന്ന് അടച്ചു വെക്കാം. 1.5 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കാണാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മളെ തേങ്ങ നമ്മൾ ഗ്രൈൻഡറിലിട്ടിട്ട് 1.5 മണിക്കൂറായി. അപ്പോൾ ഒന്ന് നോക്കാം. നല്ല മഷി പോലെ അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ഒരു 3 സ്പൂണ് മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു 3 സ്പൂണ് കല്ലുപ്പ്, ഇതെല്ലാം ഒന്ന് മിക്സായി വന്നിട്ട് കാണിച്ചു തരാം. കൂട്ടുകാരെ കണ്ട നമ്മൾ തേങ്ങ നല്ല അസലായി അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു മൂടി ഇട്ടിട്ട് പിന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ ദിവസം നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഓരോ സ്പൂൺ എടുത്തിട്ട് നമുക്ക് എടുക്കാം. അധികം കൈ ഇടരുത്. കൈ ഇട്ട് കഴിഞ്ഞാൽ വേഗം തേങ്ങ ചീത്തയായി പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ മറ്റൊരു